അഡ്വക്കേറ്റ് സേനാപതി വേണു, കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു സംവിധാനത്തിൽ ശുദ്ധീകരണം നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കണം എന്ന് പറയുന്നതിൽ എന്താണ് തെറ്റ്? മാത്രമല്ല, നേരത്തെ അഡ്വക്കേറ്റ് ജയസൂര്യൻ ചൂണ്ടിക്കാണിച്ചതുപോലെ അവിടെ കൃത്രിമമായി രേഖകൾ ഉണ്ടാക്കി കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ പോലീസ് റെയ്ഡ് നടത്തിയിട്ടുണ്ട്, പല ഡോക്യുമെൻസും പിടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബീഹാറിൽ വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിൽ എന്താണ് തെറ്റ്? എന്തിനാണ് ഇന്ത്യ മുന്നണി ഇതിനെ എതിർക്കുന്നത്? നമ്പ്യാരെ, വോട്ടർ പട്ടിക സമഗ്രമായിരിക്കണം, കുറ്റമറ്റതായിരിക്കണം, അതിൽ കൃത്രിമങ്ങൾ ഉണ്ടാകരുത് എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. അതിൽ ആ കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. ഇവിടെ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, ഇതിന്റെ ഉദ്ദേശശുദ്ധി തന്നെ ബഹുമാന്യായ വർഗീസ് സാർ പറഞ്ഞ പോലെ ഞങ്ങൾ അതിനെ തന്നെ ചോദ്യം ചെയ്യുക. ഒരു തെരഞ്ഞെടുപ്പ് അങ്ങ് അടുക്കുമ്പോഴേക്കും ഇത്ര പെട്ടെന്ന് തന്നെ തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു ഡ്രൈവ് നടത്തുന്നതിന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമുണ്ട്. ഞാൻ ജയസൂര്യ സാർ പറഞ്ഞ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞത് മൈഗ്രന്റ് ലേബേഴ്സ്. അപ്പോൾ 52 ലക്ഷം ആളുകൾ, 1/2 കോടി ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു. ബീഹാറിൽ നിന്ന് ഒരുപാട് ആളുകൾ കേരളത്തിലും തമിഴ്നാട്ടിലും ദക്ഷിണ ഭാരതത്തിലും ഡൽഹിയിലും എല്ലാം ജോലിക്ക് വന്നിട്ടുള്ളവരുണ്ട്. ഞാൻ നമ്പ്യാരോടൊരു ചോദ്യം ചോദിക്കുന്നു. നമ്പ്യാരെ, ഞാൻ സൈന്യത്തിൽ പോയ ഒരാളാണ്. ഒരു 8 വർഷക്കാലം ഞാൻ സൈനികനായിട്ടുള്ള, ഞാൻ ഇന്ത്യൻ പൗരനാണ്, കേരളീയനാണ് എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ലല്ലോ. ഞാൻ നാട്ടിൽ വരുന്നു, വാർഷിക അവധിക്ക് വരുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ വരുന്നു. അപ്പൊ ഞാൻ നാട്ടിലില്ല എന്നുള്ളത് കൊണ്ട് എന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു മാനദണ്ഡം എന്താണ്? കേരളത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, വിദേശത്തുള്ളവർ പോകട്ടെ, അത് നമുക്കിപ്പോൾ NRI ആയിട്ട് കൂട്ടാം, ഈ കേരളത്തിൽ നിന്ന് തന്നെ എത്രയോ ലക്ഷം ആളുകൾ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിൽ ജോലിയെടുക്കുന്ന ആളുകളാണ്. അവരാരും വോട്ടർ പട്ടികയിൽ വേണ്ട എന്നാണോ ജയസൂര്യയുടെ അഭിപ്രായമെങ്കിൽ എനിക്ക് വിരോധമില്ല. അവരാരും വോട്ടർ പട്ടികയിൽ വേണ്ട, അവർ കേരളത്തിലെ പൗരന്മാരല്ല, അവർ വോട്ട് ചെയ്യാൻ പാടില്ല എന്നതാണെങ്കിൽ എനിക്ക് തർക്കമില്ല. ഇവിടെ ഒന്നാമത്തെ തർക്കം, നമ്മുടെ രാജ്യത്തിന്റെ അകത്തും രാജ്യത്തിന് പുറത്തും താൽക്കാലികമായോ അല്ലെ പരിമിതമായ ദിവസങ്ങളിലോ മാസങ്ങളിലോ ജോലിക്ക് പോയിരിക്കുന്ന ആളുകൾ, ആ ആളുകൾ മുഴുവൻ വോട്ടർ പട്ടികയിൽ നിന്ന് ഒന്നാകെ വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നു. ഇവിടെ നമ്മുടെ രാജ്യത്ത് ഇപ്പൊ പൗരത്വം തെളിയിക്കലല്ല, അത് ഇലക്ഷൻ കമ്മീഷന്റെ ഡ്യൂട്ടി ആർട്ടിക്കിൾ 324 പറഞ്ഞിരിക്കുന്നു. ഈ 324 സംബന്ധിച്ച് 1978 മോഹിന്ദർ സിംഗ് ഗിൽ വേഴ്സസ് ഇലക്ഷൻ കമ്മീഷന്റെ ഒരു കേസ് സുപ്രീം കോടതിയിൽ വന്നപ്പോൾ സുപ്രീം കോടതി തന്നെ പറഞ്ഞൊരു കാര്യം എന്താ അറിഞ്ഞോ? ഈ തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ എന്ന് പറയുന്നത് നിയമനിർമ്മാണം പ്രത്യേകമായിട്ട് നടന്നിട്ടുള്ളതല്ല. ഈ 324, 25, 26 എന്ന് പറഞ്ഞാൽ വളരെ വേഗമായിട്ട് പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ അകത്ത് എന്ത് പ്രത്യേകമായ ഒരു നിയമനിർമ്മാണം? കാരണം അതിൽ കൃത്രിമം നടക്കില്ല എന്നാണ് നമ്മുടെ ഒരു പരമ്പരാഗതമായ വിശ്വാസം. 1951 ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വരുന്നത്. സുകുമാർ സെൻ ICS, അന്ന് IAS ഇല്ല, ICS, ഒരു ബംഗാളിൽ നിന്നുള്ള ICS ഉദ്യോഗസ്ഥനെയാണ് നെഹ്റു ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് നിയമിക്കുന്നത്. ആ മനുഷ്യന്റെ ഏതാണ്ട് 1 വർഷം നീണ്ടുനിന്ന ശ്രമഫലമായിട്ട് അന്ന് 16 കോടി വോട്ടർമാർ വോട്ടർ പട്ടികയിൽ എൻറോൾ ചെയ്തു. ഒരു കൃത്രിമവും കാണിച്ചില്ല അദ്ദേഹം, ഒരു ഗവൺമെന്റ് ഇടപെട്ടില്ല. ചിലപ്പോൾ ജനസംഖ്യ കൂടുതലുണ്ടാകും, 16 കോടി വോട്ടർമാരുണ്ടായിരുന്നു. നമ്മൾ പണ്ട് പാട്ടൊക്കെ, ഇപ്പം ജോർജ് സാറിന്റെ ഒക്കെ ചെറുപ്പകാലത്ത്, നമ്പ്യാർക്കും എനിക്കൊന്നും ഓർമ്മയില്ല, ജയസൂര്യ സാർക്കും ഓർമ്മയില്ല, കുരുവിപ്പെട്ടിക്ക് വോട്ട് കൊടുത്താൽ എന്താ പറഞ്ഞ വിമാനത്താവളം എവിടെയാ? തോട്ടുംകരയിലും വിമാനത്താവളം. അന്ന് ആനപ്പെട്ടി, കുരുവിപ്പെട്ടി എന്ന് പറഞ്ഞ പെട്ടിക്കകത്താണ് വോട്ട് കൊടുക്കുന്നത്. അപ്പൊ അന്നും ഈ പ്രക്രിയ അനസ്യൂവം നടക്കുന്നു. അന്നും എന്താ പറഞ്ഞ ഒരു കൃത്രിമവും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുമെന്ന വിശ്വാസത്തിലാണ് ഇന്ന് വരെയും നമ്മൾ ഇരുന്നിട്ടുള്ളത്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായും സ്വതന്ത്രമായും സുതാര്യമായും പ്രവർത്തിക്കണം എന്നുള്ള കാര്യമാണ്. ആ കാര്യം പറയുമ്പോൾ ഇവിടെ 3 ഡോക്യുമെന്റിനെ കുറിച്ച് സുപ്രീം കോടതി ചോദിച്ചൊരു സംശയമാണ്. ഒന്ന് ആധാർ. അപ്പൊ ആധാറിനെ കുറിച്ച് എന്റെ ബഹുമാന്യായ സ്നേഹിതൻ ജയസൂര്യ സാർ പറഞ്ഞതിൽ കൃത്രിമം. സാർ, ആധാറിൽ കൃത്രിമമായ ആധാർ ഉണ്ട് എങ്കിൽ മുഴുവൻ പൗരന്മാരോടും നിങ്ങളുടെ ആധാർ പ്രൊഡ്യൂസ് ചെയ്യണം. ആ ആധാറിന്റെ ജെനുവിനിറ്റി വെരിഫൈ ചെയ്യുന്നതിന് വേണ്ടി ഈ ഇല്ലം മുഴുവൻ തീടുവാണോ വേണ്ടത്? ആധാർ പരിശോധിക്കണം, ഈ ആധാർ കൃത്രിമമാണ്, ഈ ആധാർ ജെനുവിൻ അല്ല. അത് തന്നെയല്ലേ ഐഡന്റിറ്റി കാർഡിന്റെ കാര്യത്തിലുള്ളത്, അത് തന്നെയല്ലേ റേഷൻ കാർഡിന്റെ കാര്യത്തിലുള്ളത്. അപ്പൊ ഇവിടെ ഈ നടത്തുന്ന ഡ്രൈവ്, നിങ്ങൾ നടത്തുന്ന ഈ റിവിഷൻ, അത് ശരിയായ ഉദ്ദേശത്തിലല്ല എന്ന് ഞങ്ങൾ സംശയിക്കുന്നു. എന്തുകൊണ്ടാണ് ഞങ്ങൾ പാർലമെന്റിൽ 2 സഭകളിലും ഞങ്ങൾ ഇതിനെക്കുറിച്ച് ചർച്ച വേണം, ഇതിന്റെ വിശദാംശം ഞങ്ങൾ വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഹരിയാനയിൽ ഇത് കണ്ടവരാണ്.
ഞങ്ങൾ മഹാരാഷ്ട്രയിൽ, അതായത് മഹാരാഷ്ട്രയിലെ ഡോംബിവലി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഫ്ലാറ്റ്, ഒരു റെസിഡൻഷ്യൽ ഫ്ലാറ്റിൽ 7000 വോട്ട് പുതിയതായിട്ട് ചേർത്തത് രമേശ് ചെന്നിത്തല അതിന്റെ കണക്ക് അത് മുംബൈയിൽ അദ്ദേഹം പത്രസമ്മേളനത്തിൽ നടത്തി, കേരളത്തിൽ പത്രസമ്മേളനം നടത്തി, അദ്ദേഹം നിരവധി പത്രങ്ങളിൽ എഴുതുകയുണ്ടായി. ഒരാഴ്ച കൊണ്ട് വോട്ടർ പട്ടികയിൽ പുതുതായി 50 ലക്ഷം വോട്ടർമാർ മലയാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് ഡോംബിവില്ലി. അന്നത്തെ BJPയുടെ പ്രതിനിധി പറഞ്ഞത്, ഞങ്ങളുടെ RSSന്റെ താഴെ തട്ടിലുള്ള പ്രവർത്തകർ ഈ ആളുകളെ എൻറോൾ ചെയ്ത്, കോൺഗ്രസ്സുകാരനത് ചെയ്തില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ആളുകളെ വോട്ട് ചെയ്യാൻ പറ്റിയില്ല, ഞങ്ങൾ 50 ലക്ഷം ആളുകളെ ഒറ്റയാഴ്ച കൊണ്ട് എൻറോൾ ചെയ്യിച്ചു. ഞങ്ങൾക്ക് ആ കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ ചെയ്ത് ഇലക്ട്രൽ റോളിലുള്ള ആളുകളുടെ എണ്ണത്തെക്കാൾ ചില ബൂത്തുകളിൽ വോട്ടുകൾ കൂടുതൽ വന്നിരിക്കുന്നു. നമ്പ്യാരെ, ഞങ്ങൾ ഇതൊക്കെയാണ് സംശയം പ്രകടിപ്പിക്കുന്നത്. ഞങ്ങളല്ലാതെ വോട്ടർ പട്ടിക സംശുദ്ധീകരിക്കുന്നതിനോ വോട്ടർ പട്ടികയിൽ നിന്ന് വ്യാജന്മാരെ നീക്കം ചെയ്യുന്നതിനോ ഇതിനൊന്നും ഞങ്ങൾ എതിരല്ല. ഞങ്ങളുടെ ചോദ്യം ഇതാണ്: ബീഹാറിൽ നിന്ന് ഇതര സംസ്ഥാനത്ത് താൽക്കാലികമായി ജോലിക്ക് പോയിട്ടിരിക്കുന്ന ആളുകൾ, അവരെല്ലാം വോട്ട് ചെയ്യാൻ അർഹരല്ലേ? അവർ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകണമോ? അതോടൊപ്പം തന്നെ ആധാറും ഐഡന്റിറ്റി കാർഡും റേഷൻ കാർഡും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്തിരിക്കുന്ന തിരിച്ചറിയൽ രേഖകൾ, ഇറ്റ് ഈസ് നോട്ട് എ ഡോക്യുമെന്റ് ഫോർ സിറ്റിസൺഷിപ്പ്, ഈ രേഖകൾ ഒന്നും അംഗീകരിക്കാതെ 2003 അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 5.96 കോടി എന്ന വോട്ടർമാരെ 4.96 കോടി എന്ന നിയറസ്റ്റ് 5 കോടി എന്ന വോട്ടർമാരെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 2003 ശേഷം രാജ്യത്ത് ജനിച്ച പൗരന്മാർ മുഴുവൻ പഞ്ചായത്തിൽ പോയി ജനന സർട്ടിഫിക്കറ്റ് മേടിക്കണം, അല്ലെങ്കിൽ സ്കൂളിൽ പോയി അവന്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് മേടിക്കണം, അല്ലെ ഭൂമിയുള്ളവൻ ഭൂമിയുടെ ആധാരവുമായിട്ട് ചെല്ലണം എന്നൊക്കെ പറയുന്നത്, അത് ഒരു പരിഷ്കൃത ജനാധിപത്യ രാജ്യത്ത് ഇത്ര പെട്ടെന്ന് നടപ്പിലാക്കേണ്ട. കാരണം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇതില്ലായിരുന്നല്ലോ. പിന്നെന്താ ഇപ്പൊ പെട്ടെന്ന് ബീഹാറിൽ ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ സംശുദ്ധീകരണത്തിലേക്ക് വരുന്നത്? അതിലെ സംശയങ്ങൾ അതാണ് ബഹുമാനായ RJDയുടെ നേതാവ് ശ്രീ വർഗീസ് ജോർജ് സാർ ചൂണ്ടിക്കാണിച്ചത്. അത് തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയും ഈ വിഷയത്തെ കുറിച്ച് ഞങ്ങളുടെ സംശയം. ശ്രീ നമ്പ്യാരെ, ഒന്നാം ഘട്ടത്തിൽ ഞങ്ങളുടെ സംശയം ഇതാണ്. ഓക്കെ